എല്ലാവർക്കും നമസ്കാരം. തലവൻ പോലെ തിയേറ്ററിൽ വിജയം കണ്ട ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചത് ഒരു നടനെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരു സിനിമയിൽ നമ്മൾ പലപ്പോഴും അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു സിനിമയുടെ സംവിധായകനോ ആരെങ്കിലും നമ്മളെ വിളിക്കുമ്പം ആ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ കിട്ടണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറ്. ഇതേപോലെ ജിസും അരുണും കൂടെ എന്നെ തലവനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ ഒരു ദിവസം വീട്ടിൽ വന്ന് അങ്ങനെ കഥ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ എന്താണ് ഒരു അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു അതിൽ. ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ആ കഥാപാത്രം. ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത. അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവുമെന്ന് തോന്നുന്നില്ല. പകരം മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം. അതങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ക്യാരക്ടർ തരുവാണ് ചെയ്തത്. അപ്പം എന്നെ പിടക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലം തന്നു. അപ്പം ഞാൻ ജിസിനോട് പറഞ്ഞ കുഴപ്പമില്ല, ഇതിലൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്നത്. സിനിമ കാണുന്നവർക്കത് രസമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെ മൊത്തം കഥ പറയുന്ന ആളെന്ന നിലയിൽ എന്നോട് ഇന്ന് വന്നപ്പോഴും ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കണം എല്ലാവരുടെയും മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചു തന്നു. അത് അവതരിപ്പിക്കാനും കൂടി ഇട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിലും ആ കാര്യം പറയുമ്പോൾ ഞാനല്ല ഇത് പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാവണം തോന്നി. ബി ചേട്ടൻ, ആസിഫ്, ജിസ് ജോയ്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.